പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് എന്തും മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഉപാധി എന്ന് വെച്ചാൽ ഇസ്ലാമോഫോബിയ വളർത്തുക എന്നതാണ്. കേരളത്തിലെ യൂട്യൂബ് ചാനലുകളൊക്കെ അത് ധാരാളമായി ചെയ്യുന്നുണ്ട്. പരമാവധി അന്യമതസ്ഥരുടെ ഇടയിൽ ഇസ്ലാമിക വിരോധം വളർത്തുക, അവരെപ്പറ്റി തെറ്റിദ്ധാരണാപരമായ വാർത്തകൾ പ്രചരിപ്പിക്കുക, പറ്റുമെങ്കിൽ പ്രവാചകനെ പറ്റി മോശം കാര്യങ്ങൾ പറയുക, ചരിത്രത്തിലില്ലാത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇസ്ലാമിക പ്രമാണങ്ങളൊന്നും അംഗീകരിക്കാത്ത കാര്യങ്ങൾ, പഴയ കെട്ടുകഥകളൊക്കെ പ്രവാചകനെ പറ്റി പ്രചരിപ്പിക്കുക. അങ്ങനെ ഇസ്ലാമോഫോബിയ വളർത്തുക എന്നത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു പരിധിവരെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ യൂട്യൂബ് ചാനലുകൾ എടുത്തു നോക്കിയാൽ അവരുടെ വിജയ രഹസ്യം തന്നെ ഇതാണ്. നമ്മുടെ മാത്യു സാമുവലിനെ പോലുള്ള ആളുകൾ പറയുന്നത് അദ്ദേഹത്തെ ചില ഇസ്ലാമിക സമൂഹങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമീപത്തുള്ള മഹലുകളൊക്കെ ബഹിഷ്കരിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും കൂട്ടുന്നത്. അപ്പോൾ സമൂഹത്തിലൊരു ഇസ്ലാമോഫോബിയ വളർത്തി മാർക്കറ്റിംഗ് തന്ത്രം വിജയിപ്പിക്കുന്ന ഒരു ഉപാധി യൂട്യൂബ് ചാനലുകൾക്കിടയിലുണ്ട്. ഒരു പക്ഷേ അത് പ്രമുഖ വാർത്താമാധ്യമ ചാനലുകൾക്കിടയിലുമുണ്ട്. പക്ഷേ ഇന്നത്തെ വാർത്ത കേരളത്തിലെ സിനിമാക്കാരും ആ വഴിക്ക് പോകുന്നു എന്നാണ്. കാരണം ഇന്ന് കോൺഗ്രസ് യുവ നേതാവ് വി.ടി. ബൽറാമിൻ്റെയും പി.കെ. ഫിറോസ് യൂത്ത് ലീഗ് നേതാവിൻ്റെയും ഒക്കെ ഫേസ്ബുക്ക് പേജുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരു സിനിമ പൊളിഞ്ഞു. ഈ അടുത്ത കാലത്ത് നവംബർ 22 പുറത്തിറങ്ങിയ ലുക്മാനും സണ്ണി വെയിനും നായകനായി അവതരിപ്പിക്കുന്ന ടർക്കിഷ് തർക്കം എന്ന് പറയുന്ന ഒരു സിനിമ പൊളിഞ്ഞുപോയി. അതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഒരു മുസ്ലിം കുടുംബത്തിലുണ്ടാകുന്ന കബറടക്കവും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുമൊക്കെയാണെന്ന് പറയുന്നു. എനിക്കറിയില്ല, ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചില കബറടക്ക തർക്കങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. വിഭാഗീയത, മുജാഹിദ്, സുന്നി, അങ്ങനെ ഉള്ള തർക്കങ്ങളായിരിക്കാം ചിലപ്പോൾ അതിന് ഇതിവൃത്തമായ കഥ. എനിക്കറിയില്ല, ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, ഞാൻ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇതിവൃത്തമായ കഥ എന്ന് വെച്ചാൽ ഒരു മുസ്ലിം കുടുംബത്തിൽ നടക്കുന്ന കബറടക്കവും മരണപ്പെട്ടതിന് ശേഷമുള്ള കബറടക്കവും അതിനുശേഷം നടക്കുന്ന പള്ളിയിൽ നടക്കുന്ന തർക്കങ്ങളും അടിപിടിയുമൊക്കെയാണ് അതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നു. നവംബർ 22 ആ സിനിമ റിലീസായത്. പക്ഷേ അത് തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു ആ സിനിമ. അതിനെ തുടർന്ന് തിയേറ്ററുകളിൽ നിന്ന് ഈ സിനിമ പിൻവലിച്ചു. എന്നിട്ട് ഇതിൻ്റെ നിർമ്മാതാവും സംവിധായകനും ഒരു പുതിയ കഥ ഇറക്കുകയാണ്. ഇത് മതവിരുദ്ധം എന്ന് പറഞ്ഞ് ഇസ്ലാമിക ചില എക്സ്ട്രീമിസ്റ്റുകൾ അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ സംവിധായകനും നിർമ്മാതാവിനും എതിരെ വധഭീഷണി മുഴക്കിയെന്ന്. ഇത് ആരാണ് മുഴക്കിയതെന്നോ ഏത് നമ്പറിൽ നിന്നാണ് ഫോൺ വന്നതെന്നോ ഒന്നും ഇവർ വ്യക്തമാകുന്നില്ല. എന്നിട്ട് അവർ എന്ന് വെച്ചാൽ ഒരിക്കൽ കൂടി ആ സിനിമ റിലീസാകുമെന്ന് പറയുകയാണ്. ഒരിക്കൽ കൂടി സിനിമ റിലീസാകും. അപ്പോൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഇവിടെ ഉള്ള ഒരു ഇസ്ലാമോഫോബിയ ഉണ്ടല്ലോ, അത് ഇങ്ങനെ പ്രചോദിപ്പിച്ച് ഈ പടം വീണ്ടും റിലീസ് ചെയ്ത് വിജയിപ്പിക്കുവാനാണ് ഇവരുടെ തീരുമാനം. അതിനെതിരെയാണ് നമ്മുടെ വി.ടി. ബൽറാമും പി.കെ. ഫിറോസും ഒക്കെ പ്രതികരിച്ചിരിക്കുക. കാരണം സമൂഹത്തിൽ അന്ധചിത്രതയുണ്ടാക്കി ഒരു സമുദായത്തിനെതിരെ, ഒരു മതസമൂഹത്തിനെതിരെ മോശമായ ഇമേജ് നൽകി ഒരു പടം വിജയിപ്പിക്കാനുള്ള ശ്രമം അത് അപകടകരമാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ സംവിധായകന്മാരും നിർമ്മാതാവും വ്യക്തമാക്കണം, ഇത് ആരാണ് ഭീഷണി ചെയ്തത്, ഏത് നമ്പറിൽ നിന്നാണ് വന്നത്, ഇതൊന്നും പറയുന്നില്ല. സംവിധായകൻ നിർമ്മാതാവിനുമെതിരെ ഭീഷണിയുണ്ട്, അതുകൊണ്ട് തൽക്കാലം പടം നിർത്തിവെക്കുന്നു, ഇനി ഒരിക്കൽ കൂടി പടം റിലീസ് ചെയ്യുന്നതാണ്. കാരണം ഇപ്പോൾ ഈ പടം ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളും പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയ വളർത്തുന്ന യൂട്യൂബ് ചാനലുകളൊക്കെ ഈ പടം ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ പടത്തിനൊരു പേരായിട്ടുണ്ട്. ഇനി ആ പടം റിലീസായാൽ പടം വിജയിക്കും. കാരണം ഇപ്പോൾ ഈ പടം, ഇങ്ങനെ ഒരു പടമുണ്ട്, ടർക്കിഷ് തർക്കം എന്ന് പറയുന്ന ഒരു പടമുണ്ട്. ഈ പടത്തിൽ എന്തോ ഇസ്ലാമിനെതിരെ വിരുദ്ധമായ എന്തൊക്കെയോ പറയുന്നു. അതുകൊണ്ട് ഭീകരവാദികൾ ഈ പടത്തിൻ്റെ സംവിധായകനെയും നിർമ്മാതാവിനെയും ഒക്കെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ പടം കാണാമെന്നൊരു ധാരണ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുവാൻ ഈ സംവിധായകനും നിർമ്മാതാവിനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പടത്തിൻ്റെ ഒരു വിജയം, മഹാവിജയം പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് അവർ ആയിട്ട് ഈ പടം റിലീസ് ചെയ്യുന്നത്. ഇതുവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണെന്നാണ് വി.ടി. ബലറാമും പി.കെ. ഫിറോസും ആരോപിക്കുന്നത്. ശരിയാണ്. കാരണം ഒന്നുകിൽ അവർ ഈ പടത്തിൻ്റെ പുറത്ത് റിലീസാകുമ്പോൾ ഈ പടത്തിനെ തുടർന്ന് അവർക്കെതിരെ ഭീഷണി ഉയർത്തിയ ആളുകളെപ്പറ്റി വിവരങ്ങൾ നൽകണം. ഏത് നമ്പറിൽ നിന്നാണ് ഫോൺ വന്നതെന്ന് പറയണം, എങ്ങനെയാണ് ഭീഷണി എന്ന് പറയണം. ഇതൊന്നുമില്ലാതെ ഒരു പത്രസമ്മേളനം വിളിച്ച് ടർക്കിഷ് തർക്കമെന്നൊരു പടം നമ്മൾ സംവിധാനം ചെയ്തു, അത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പറഞ്ഞ് മുസ്ലിം ഭീകര സംഘടനകൾ നമുക്കെതിരെ വധഭീഷണി മുഴക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ്. വി.ടി. ബൽറാം എന്ന് പറയുന്ന നേതാവിന് നമുക്കറിയാം, അദ്ദേഹം കാര്യങ്ങളെ ശരിയായി വിശകലനം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് ഇത് സമൂഹത്തിൽ നടത്തുന്ന ഒരു അന്ധചിത്രതയെ പറ്റിയാണ്. കാരണം ഇത്തരം മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ച് മതങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ സിനിമയുടെ പഴയ PRO ഈ പടം
മാർക്കറ്റിംഗ് ചെയ്യാൻ നിയുക്തനായ പഴയ PRO പ്രതീഷ് ഗോപനും പറയുന്നത് ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്, ഈ മാർക്കറ്റിംഗ് തന്ത്രം ശരിയല്ല, അത് സമൂഹത്തിനിടയിൽ അന്തഃഛിദ്രത വരുത്തുമെന്നാണ്. എനിക്ക് പറയാനുള്ളത് ഈ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും കാര്യങ്ങളുമൊക്കെ ഉപയോഗിച്ച് ഒന്നാമത് ഈ നമ്മുടെ സമൂഹം വളരെ മോശമായൊരു സിറ്റുവേഷനിലോട്ട് കടന്നു പോവുകയാണ്. ജാതി, മതം, വർണ്ണം, വർഗം, പ്രത്യേകിച്ച് മുസ്ലിം ഒരു എയിമാക്കപ്പെടുകയാണ്. അവരുടെ ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യപ്പെടുകയാണ്. മിക്കപ്പോഴും അതിനെ ഒരു വോട്ട് ബാങ്കാക്കി അവരെ മാറ്റി നിർത്തി ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുവാൻ, അവർക്കെതിരെയുള്ള ഒരു വെറുപ്പിൻ്റെ മാർക്കറ്റ് സൃഷ്ടിച്ച് അവരെ മാറ്റി നിർത്തി ഇവിടെ വോട്ട് ബാങ്ക് കിട്ടി ജയിച്ചു വരാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയുണ്ട്. അപ്പോൾ സമൂഹത്തിനിടയിൽ അന്തഃഛിദ്രത വരുത്തുന്ന ഇത്തരം മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ നിന്ന് സിനിമാക്കാർ മാറി നിൽക്കണമെന്നാണ് പറയാനുള്ളത്. ദയവായി സമൂഹത്തിലെ അന്തഃഛിദ്രങ്ങളെ നമുക്ക് ഒന്നിച്ചു തീർക്കുവാൻ കഴിയണം. BT ബൽറാമിനും PK ഫിറോസിനും എൻ്റെ അഭിവാദ്യങ്ങൾ. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ജയ് ഹിന്ദ്.